മാധവേട്ട, ഗുളിക കഴിച്ചില്ല അല്ലേ? കഴിക്കാം. മാധവേട്ട, എന്താ പറ്റിയേ? ഒന്നുമില്ല ചന്ദ്രു, ഓരോന്നാലോചിക്കുമ്പോ മനസ്സിനകത്തൊരു വിങ്ങല. ഇപ്പൊ എന്താലോചിച്ചിട്ടാ ഇത്? ഒരു കാര്യം മറക്കരുത്, നമ്മളെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തകളാ. ശല്യപ്പെടുത്തുന്ന ചിന്തകളാണെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൂടെ? നമ്മുടെ മോൻ വിനുവിന് അബദ്ധം പറ്റി കാണുവോ ചന്ദ്രു? മാധവേട്ട, അല്ല, എനിക്കെന്തോ അങ്ങനൊരു തോന്നല്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവനാ. ഈ ലോകത്തിന്റെ ചതിയും വഞ്ചനയും ഒന്നും അവന് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. മീനാക്ഷിയുടെ കാര്യത്തിലാണോ മാധവേട്ടന് സംശയം? അതെ. മനോജിന്റെ വീട്ടിൽ നിന്ന് നാളെ തൊട്ടേ എനിക്ക് മീനാക്ഷി അറിയാം. അവള് നല്ല കുട്ടിയാ. അതെ, അന്ന് മുതലല്ലേ അറിയൂ. അതിന് മുന്നേ അവളെ അറിയുന്നത് അവള് പറഞ്ഞു തന്ന കഥകളിലൂടെയല്ലേ? അത് സുചിത്രയുടെ അമ്മയുടെ കൂടെ ആയിരുന്നല്ലോ മീനാക്ഷി താമസിച്ചത്. അറിയാൻ ചന്ദ്രു, അതും ഈ അടുത്ത കാലത്തല്ലേ. ജീവനൊടുക്കാൻ പോയ മീനാക്ഷിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നവനാ വിനു. ആ വിനുവിനെ അവള് മരണത്തിലേക്ക്. ഇല്ല, ഒരിക്കലും ഇല്ല. പാടില്ല, അങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ല. വിനുവിന് നമ്മളില്ലേ? നമുക്ക് മീനാക്ഷിയുടെ നീക്കങ്ങളൊക്കെ നോക്കാം. തൽക്കാലം മാധവേട്ടൻ മീനാക്ഷിയെ തിരക്കിയ ഒരാളിവിടെ വന്ന കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട. ഇല്ല ചന്ദ്രു, തൽക്കാലം ആരും അറിയുന്നില്ല. ഏതായാലും നീ ഒരു കാര്യം ഓർത്തോ, ആ ഷാജി അഡ്രസ് തെറ്റി വന്നവനല്ല, മീനാക്ഷിയെ തേടി തന്നെ വന്നവനാ. അതുകൊണ്ട് അവൻ ഇനിയും വരും, ഉറപ്പാ.